നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് നമ്പർ സീരീസിലെ മൂന്നാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്, അതായത് ഡിവിഷൻ സീരീസ്. അതെന്താണെന്ന് നോക്കാം. 1000, 500, 250, അടുത്ത സംഖ്യ എത്രയായിരിക്കും അല്ലേ? 1000-നെ ഡിവിഷൻ സീരീസ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. 1000-നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായി 500 കിട്ടുന്നത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ 500 കിട്ടി. 500-നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 250 കിട്ടിയിരിക്കുന്നത്? അതും 2 കൊണ്ട്. അപ്പോൾ 250-നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? എത്രയാണ് ഇത്? ഭാഗം 2, 125. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം അല്ലേ? അടുത്ത് നോക്കി, 720, അതായത് 360 ആയി തീർന്നേക്കുക. 720 360 ആയപ്പോൾ അതിൻ്റെ നേരെ പകുതിയല്ലേ? അപ്പോൾ അവിടെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 360 120 ആയിരിക്കണം. അത് എത്ര നേരെ പകുതിയാണോ? അല്ല, 180 ആയിരിക്കണം 2 കൊണ്ടായിരുന്നെങ്കിൽ. അതല്ല, 120. അപ്പോൾ എത്ര കൊണ്ടായിരിക്കും? 120-ന്റെ 3 അല്ലേ 360. അപ്പോൾ എത്രയാണ്? ഇവിടെ 3. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത് എത്രയാണ് നോക്കിയേ? 30-ന്റെ 4 അല്ലേ 120. അപ്പോൾ ഇവിടെ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 കൊണ്ട്. കേട്ടോ, 2 കൊണ്ട് ഡിവൈഡ്, 3, 4. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 5 കൊണ്ടാ അല്ലേ? നോക്കിയേ, 6 × 5 അല്ലേ 30. അതെ. അപ്പോൾ അടുത്തതോ? 2, 3, 4, 5. അടുത്തത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും ഇവിടെ? ഉത്തരം 1 ആണ് അല്ലേ? 1 കിട്ടി. അപ്പം ആ ക്രമം നോക്കണം. ഇത് 2 കൊണ്ട് എല്ലാം. ഇത് 2, 3, 4, 5 എന്നുള്ള ക്രമത്തിലുള്ള സംഖ്യ. അടുത്ത് നോക്കിയേ, 1000 എന്നുള്ള 100 കിട്ടി. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 100 കിട്ടുന്നത്? 10 കൊണ്ടാണ് അല്ലേ? 100-നെ ഇതുണ്ട് 10 കിട്ടി. അതെങ്ങനെയാണ്? അതും 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 10-ന്റെ സീരീസാണ്, നമുക്ക് മനസ്സിലാവും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സീരീസാണ് അല്ലേ? അപ്പോൾ ഇവിടെ 10-നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 1 വരും അല്ലേ? അവിടെ 1 വരും. അങ്ങനെ അടുത്ത് നോക്കിക്കേ, 192, അത് 48 ആയി. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴായിരിക്കും? 4 × 8 32, 4, 16, 3, 19. അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അല്ലേ? 48 × 4 അല്ലേ 192. 48 12 ആയി. അത് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ്? 12 × 4 അല്ലേ? 12, 48 അല്ലേ? അവിടെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തത് 12-നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് എത്രയാണ്? 3, 12. ഈസി അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് സംഖ്യാക്രമം 2 എന്നെണ്ണം ചെയ്തിങ്ങനെ അവസാനത്തെ സംഖ്യയ്ക്ക് മുമ്പ് എങ്ങനെയാണെന്ന് ക്രമം നോക്കിയാൽ നമുക്ക് ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് തീർന്നില്ല, അടുത്ത പാർട്ടും കൂടെ നമുക്കുണ്ട്. ഇത് ഡിവിഷൻ സീരീസേ ആയിട്ടുള്ളൂ. ഇനി സ്ക്വയർ സീരീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.